ഇന്ത്യൻ ഓഹരി വിപണി തിങ്കളാഴ്ച നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. നിക്ഷേപകർ ചെറുകിട മിഡ് ക്യാപ് ഓഹരികളിൽ ലാഭം എടുക്കുകയും പ്രധാന ബ്ലൂ ചിപ്പുകളിലേക്ക് വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തോടെ സെൻസെക്സും നിഫ്റ്റിയും 1% വരെ ഇടിവ് രേഖപ്പെടുത്തി. തുടർച്ചയായ വിദേശ ഫണ്ട് പിൻവലിക്കലുകളും ആഴ്ച മധ്യത്തിൽ ഫെഡറൽ റിസർവിന്റെ നയ തീരുമാനത്തിന് മുന്നോടിയായി ഉണ്ടായ ജാഗ്രതാ മനോഭാവവും വിപണിയെ സ്വാധീനിച്ചു. ബ്ലോക്ക് ഡീലുകളിലൂടെ 0.5% ഓഹരി കൈമാറ്റത്തിന് ശേഷം എറ്റേണൽ 3% ഇടിഞ്ഞു. അതേസമയം $5.5 ബില്യൺ ഇടപാടിൽ ബയോളജിക്സ് യൂണിറ്റിന്റെ ലയനം പ്രഖ്യാപിച്ചതിന് ശേഷം ബയോകോൺ 3% ഇടിഞ്ഞു. നവംബറിലെ ബിസിനസ് ഡാറ്റയെ തുടർന്ന് ലൈഫ് ഇൻഷുറൻസ് ഓഹരികളും നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. ഐസിഐസിഐ പ്രുഡൻഷ്യൽ 2% ഇടിഞ്ഞു. പോസിറ്റീവ് വശങ്ങളിൽ നവംബറിലെ ആരോഗ്യകരമായ ബിസിനസ് അപ്ഡേറ്റ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം നിവബുപ്പ് 3% നേട്ടമുണ്ടാക്കി. ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് 447 കോടി രൂപയുടെ അധിക ഓർഡർ നേടിയതിനു ശേഷം അശോക ബിൽകോൺ 2% നേട്ടമുണ്ടാക്കി.